6ാം ക്ലാസ്സിലെ മിഡ് ടേം എക്സാമിൻ്റെ കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ആക്ടിവിറ്റി ഗതിവിധി 1 മുർജായ ഫൂൽ കവിത की ये पंक्तियां पढ़ें और प्रश्नों के उत्तर लिखें. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. അതായത് മുർജായ ഫൂൽ എന്ന കവിതയിലെ കുറച്ച് വരികളാണ് കൊടുത്തിരിക്കുന്നത്. അത് വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. ये मुरझाया हुआ फूल है, इसका हृदय दुखाना मत, स्वयं बिखरने वाली उसकी पंखुड़ियाँ बिखराना मत, गुजरो अगर पास से इसके इसे चोट पहुँचाना मत. ഒന്നാമത്തെ ചോദ്യം നോക്കാം. കവിതാമേ കിസ്കാ വർണ്ണൻ ഹേ, കവിതയിൽ എന്തിൻ്റെ വർണ്ണനയാണ്, എന്തിനെക്കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്ന്. ഗിലേ ഹുയേ ഫൂൽ എന്ന് വെച്ചാൽ വിരിഞ്ഞ പൂവ്, മുർജായ ഫൂൽ വാടിയ പൂവ്, താസാ ഫൂൽ എന്ന് വെച്ചാൽ ഫ്രഷായ പൂവ്. നമ്മുടെ കവിതയിൽ മുർജായ ഫൂലാണ് ഉത്തരം വരിക, മുർജായ ഫൂൽ. രണ്ടാമത്തെ ചോദ്യം ദോ സഹി പ്രസ്താവ് ചുൻകർ ലിഖിം, 2 ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഒന്നാമത്തെ മുർജായേ ഹുയേ ഫൂൽ കാ ഹൃദയ് നഹി ദുഃഖാനാ ഹെ, വാടിയ പൂവിൻ്റെ ഹൃദയം ദുഃഖിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത് എന്നാണ്. രണ്ടാമത്തെ മുർജായേ ഹുയേ ഫൂൽ കാ ഹൃദയ് ദുഃഖാനാ ഹെ, വാടിയ പൂവിൻ്റെ ഹൃദയം വിഷമിപ്പിക്കണം എന്നാണ് രണ്ടാമത്തേൻ്റെ അർത്ഥം. മൂന്നാമത്തെ മുർജായേ ഹുയേ ഫൂൽ കി പങ്കുടിയോം കോ നഹി ബിക്രാനാ ഹെ, വാടിയ പൂവിൻ്റെ ഇതളുകൾ കൊഴിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. നാലാമത്തെ മുർജായേ ഹുയേ ഫൂൽ കി പങ്കുടിയോം കോ ബിക്രാനാ ഹെ, അതായത് വാടിയ പൂവിൻ്റെ ഇതളുകൾ കൊഴിക്കണം എന്നാണ് അർത്ഥം. അപ്പോൾ ശരിയായ 2 പ്രസ്താവന ഇതിൽ ആദ്യത്തെയും മൂന്നാമത്തെയുമാണ്. അതായത് മുർജായ ഹുയേ ഫൂൽ കാ ഹൃദയ് നഹി ദുഃഖാനാ ഹെ, മുർജായ ഹുയേ ഫൂൽ കി പങ്കുടിയോം കോ നഹി ബിക്രാനാ ഹെ. മൂന്നാമത്തെ ചോദ്യം മുർജായേ ഹുയേ ഫൂൽ കെ പാസ് സെ ഗുസർനെ പർ ഉസെ ചോട്ട് പഹുഞ്ചാന മത്, യഹ് ആശയ വാലി പങ്ക്തിയാം കവിത സെ ചുൻകർ ലിഖേ, വാടിയ പൂവിൻ്റെ അടുത്തുകൂടെ കടന്നു പോകുമ്പോൾ അതിനെ മുറിവേൽപ്പിക്കരുത് എന്ന അർത്ഥം വരുന്ന വരികൾ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ആ വരികൾ ഏതാണെന്ന് നമുക്കറിയാം. ഗുസരോ അഗർ പാസ് സെ ഇസ്കെ ചോട്ട് പഹുഞ്ചാന മത് എന്നതാണ് അതിൻ്റെ ഉത്തരം. ഗതിവിധി 2 രണ്ടാമത്തെ ബദ്രീനാഥ് ഉത്തരാഖണ്ഡ് में आए सैलाब ने बद्रीनाथ में भी जमकर तबाही मचाई, हजारों तीर्थयात्री बुरी तरह फंस गए थे, इस घोर प्रलय में सब कुछ बह गया लेकिन इंसानियत रह गई. ഇത് നമ്മുടെ ഇൻസാനിയത്ത് കി മിസാൽ എന്ന പാഠഭാഗത്തിലെ ആണ്. ആ ന്യൂസാണ്, ആ സമാചാരമാണ്. ഉത്തരാഖണ്ഡിൽ വന്ന സൈലാബ് വെള്ളപ്പൊക്കം ബദ്രീനാഥിലും നാശം വിതച്ചു. ആയിരക്കണക്കിന് തീർത്ഥാടകർ കുടുങ്ങിപ്പോയി. ഈ ഭയങ്കരമായ പ്രളയത്തിലെല്ലാം ഒഴുകിപ്പോയി, എന്നാൽ മനുഷ്യത്വം മാത്രം അവശേഷിച്ചെന്നതാണ് നമ്മുടെ പാരഗ്രാഫ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം ഇനി. സൈലാബിനെ കഹാം ജംകർ തബാഹി മജായി, എവിടെയാണ് വെള്ളപ്പൊക്കം നാശം വിതച്ചതെന്ന്. പാരഗ്രാഫിൽ ഉത്തരമുണ്ട്. ഉത്തരാഖണ്ഡ് മേ ആയ സൈലാബിനെ ബദ്രീനാഥ് മേ ബി ജംകർ തബാഹി മജായി എന്ന്. രണ്ടാമത്തെ ചോദ്യം ദുനിയാ മേ ഇൻസാനിയത്ത് ബനായേ രഖി, യഹ് സന്ദേശ് ദേത്തെ ഹുയെ ഏക് പോസ്റ്റർ തയ്യാർ കരെ, ഈ സന്ദേശം നൽകിക്കൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. എന്താണ് സന്ദേശം? ലോകത്ത് മനുഷ്യത്വം നിലനിർത്തണം. പോസ്റ്റർ എഴുതുമ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് തന്നെ വേണമെങ്കിൽ എടുത്ത് എഴുതാം. ദുനിയാമേ ഇൻസാനിയത്ത് ബനായേ രഖീം എന്ന് പറഞ്ഞ് ഇതിനോടനുബന്ധിച്ച് ആശയം വരുന്ന ഒരു ചിത്രവും വരച്ച് നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാം. അതല്ലെങ്കിൽ നമുക്ക് വേറെ സെൻറ്റൻസ് എഴുതാൻ പറ്റുന്നത് ദുനിയാമേം ഹമേം ഭായി ചാരേക്കെ സാത്ത് രഹേം, ലോകത്ത് നമ്മൾ സാഹോദര്യത്തോടെ ജീവിക്കണം. ദുനിയാമേ ശാന്തി സേ രഹേം, ലോകത്ത് സമാധാനത്തോടു കൂടി ജീവിക്കൂ എന്നൊക്കെ നമുക്ക് ഈ പോസ്റ്ററിൽ എഴുതാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ്. മൂന്നാമത്തെ ചോദ്യം ഗതിവിധി 3 ക്രമബന്ധ് കർക്കെ ലിഖേ, ക്രമത്തിൽ എഴുതാനാണ്. ഉനോനെ ആധാ ആധാ ഗേഹൂം ബാണ്ട് ലിയ, അവർ പകുതി പകുതി ഗോതമ്പ് വീതം വെച്ചു. ദോ ഭായി ഇതേ, 2 സഹോദരന്മാരുണ്ടായിരുന്നു. ഉൻകെ ഗേത്ത് മേ ഗേഹൂം കി ഫസൽ പക്കകർ തയ്യാർ ഹോ ഗയി, അവരുടെ പാടത്ത് ഗോതമ്പ് വിളഞ്ഞ് പാകമായി. ദോനോംനെ മിൽക്കർ ഫസൽ കാട്ടി, 2 പേരും ചേർന്നിട്ട് വിളവെടുത്തു. ഇതിനെ ഓർഡറിലാക്കി എഴുതുമ്പോൾ ആദ്യം വരുന്നത് ദോ ഭായി ദേ വേ സാജ ഗേത്തി കർത്തേ ദേ, ഉൻകെ ഗേത്ത് മേ ഗേഹൂം കി ഫസൽ പക്കകർ തയ്യാർ ഹോ ഗയി, ദോനോംനെ മിൽക്കർ ഫസൽ കാട്ടി, ഉനോനെ ആധാ ആധാ ഗേഹൂം ബാണ്ട് ലിയ, അതാണ് അതിൻ്റെ കറക്റ്റ് ഓർഡർ വരുന്നത്.